നിങ്ങൾക്ക് അണ്ടർആം പിഗ്മെന്റേഷനും അണ്ടർആം ഓർഡർ ഉണ്ടെങ്കിൽ നോർമൽ ആയിട്ട് റോൾ ഓൺ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിഗ്മെന്റേഷൻ കൂട്ടാനും അതുപോലെ ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഞാൻ എപ്പോഴും പറയുന്നത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. ഇത് വിഷ്കെയറിന്റെ അണ്ടർആം റോൾ ഓൺ സീറം. സോ ഈ പറയുന്ന വിഷ്കെയറിന്റെ അണ്ടർആം റോൾ ഓൺ സീറം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു 2 മാസം മുന്നേ. പക്ഷേ ഉള്ളത് പറയാലോ ഗൈസ്, ഇന്നിടാൻ നാളെ ഇടാന്ന് വിചാരിച്ച് പിന്നെ അങ്ങ് വിട്ടുപോയതാണ് ഇതിന്റെ വീഡിയോ. എന്നാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിന്റെ കറക്റ്റ് റിവ്യൂ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇത് ഭയങ്കര കിടിലൻ പ്രോഡക്റ്റ് ആണെങ്കിൽ കുളിച്ചതിന് ശേഷം അപ്ലൈ ചെയ്തതിന് ത്രൂ ഔട്ട് ഒരു തരത്തിലുള്ള ബാഡ് ഓർഡർ ഉണ്ടാവത്തില്ല. നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ ലൈറ്റ് ചെയ്യും. അപ്പൊ ഈ ചേച്ചി പറയുന്ന ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓർഡർ കൺട്രോളും പിഗ്മെന്റേഷനും മാറുമെന്നാണ്. അപ്പൊ എന്താണെങ്കിലും 1 മാസത്തോളം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച ഒരാളെന്ന നിലയിൽ പറയാണ്. പ്രോഡക്റ്റ് നല്ലതാണോ മോശമാണോ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രോഡക്റ്റ് ആണ് ഗൈസ്. ഓർഡർ കൺട്രോളിന്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലതുപോലെ ശ്രദ്ധിച്ച് യൂസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഓൾമോസ്റ്റ് 6 to 7 അല്ലെങ്കിൽ 8 hours വരെ നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓർഡർ കൺട്രോൾഡ് ആവുന്നുണ്ട്. അതിൽ തന്നെ ഒരു 5.5 6 hours ആണ് കറക്റ്റ് ആയിട്ട് നല്ലതുപോലെ കൺട്രോൾഡ് ആയിട്ട് നിർത്തിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഓർഡർ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് അത് തന്നെ ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ്, അതായത് മാർക്കറ്റിലുള്ള അണ്ടർആം റോൾ ഓൺസ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 10 hours 12 hours ഒക്കെ തരുന്ന കുറെ എണ്ണം ഉണ്ട്. സോ കമ്പാരിറ്റീവ്ലി നമ്മൾ ഇതിനെ ഒന്ന് റാങ്ക് ചെയ്യുവാണെങ്കിൽ ഔട്ട് ഓഫ് 10 നമുക്ക് ഒരു 8 സ്റ്റാർ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 6 hours ആണ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയ. 8 hours വരെയും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഈ ചേച്ചി പറഞ്ഞ പിഗ്മെന്റേഷന്റെ കാര്യമാണ്. അത് ഈ പ്രോഡക്റ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അണ്ടർആം ലൈറ്റ്നിങ് എന്നുള്ളത്. പക്ഷേ ഇത് ഉപയോഗിച്ച ഒരാളെന്ന നിലയിൽ പറയുകയാണ്, എനിക്ക് അത്യാവശ്യം അണ്ടർആമിന് പിഗ്മെന്റേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര പിഗ്മെന്റേഷൻ ഒന്നും പറയാനില്ല. ബട്ട് ചെറിയൊരു ഡാർക്ക്നെസ് ഒക്കെ എന്റെയും അണ്ടർആമിലുണ്ട്. അതിൽ എന്തെങ്കിലും മാറ്റം ഈ പ്രോഡക്റ്റിന് വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഗൈസ്. ഒരു മാറ്റവും. ഒരു ചെറിയൊരു ബ്രൈറ്റനിങ് ഒക്കെ ഞാനും പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷേ അതുപോലും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഔട്ട് ഓഫ് 10 പിഗ്മെന്റേഷന്റെ കാര്യത്തിൽ റേറ്റ് ചെയ്യുകയാണെങ്കിൽ 0 സ്റ്റാർ ആണ് എനിക്ക് കൊടുക്കാനുള്ളത്. നെക്സ്റ്റ് ഇതിന്റെ സ്മെല്ലിന്റെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്. പക്ഷേ ഒരു ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു സ്മെല്ലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇറ്റ്സ് ഫൈൻ, ബട്ട് നോട്ട് ദ വെരി ബെസ്റ്റ്. അതുകൊണ്ട് ഔട്ട് ഓഫ് 10 നമ്മൾ സ്മെല്ലിന്റെ കാര്യത്തിൽ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 7 സ്റ്റാർ കൊടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ്. ഓവറോൾ ഈ പ്രോഡക്റ്റിനെ നമ്മൾ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഔട്ട് ഓഫ് 10 ഒരു 6 അല്ലെങ്കിൽ 7 സ്റ്റാർ കൊടുക്കാൻ പറ്റിയ കുഴപ്പമില്ല, തലക്കേടില്ലാത്ത നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇത് വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാങ്ങിച്ചോ, കുഴപ്പമൊന്നുമില്ല, ട്രൈ ചെയ്ത് നോക്കാവുന്ന പ്രോഡക്റ്റ് ആണ്. ഹൈലി റെക്കമെൻഡഡ് അല്ലെങ്കിൽ ഭയങ്കര സാധനം എന്നൊന്നും പറയാനുള്ള പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്താണെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരാരും ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ലിങ്ക് കമന്റ് ചെയ്യേണ്ട. താല്പര്യമുള്ളവരൊക്കെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ പോയി വാങ്ങാവുന്നതാണ്. കുഴപ്പമില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ്, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.